പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പ് കടിയേറ്റ സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു പരാതി എന്ന് പറയുന്നത്? ഞങ്ങളുടെ പരാതി പറഞ്ഞാൽ സാധാരണ മഴക്കാല ശുചീകരണ പ്രവർത്തനം മുഖാന്തരം എല്ലാ വർഷവും ഇവിടെ പ്രവർത്തനം നടക്കാറുണ്ട്. അതായത് ഇവിടെ ഈ താലൂക്ക് ആശുപത്രി മാത്രമല്ല, നഗരസഭയ്ക്ക് വിട്ടുകിട്ടുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നടത്താറുണ്ട്. ഇപ്രാവശ്യം ഒരു കക്കോട്ട് മണ്ണ് പോലും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഇത്. അതുമാത്രമല്ല 29 വാർഡിലും ഒരു മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു നടപടിയും നഗരസഭ ഈ ചിറ്റൂർ ആശുപത്രിയിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പല കൗൺസിലിൽ ഇതാറുണ്ട്, മഴക്കാല ശുചീകരണത്തിന് മീറ്റിംഗ് വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ ചെയ്തര വേണ്ട നടപടി ഒന്നുമേ സ്വീകരിച്ചിട്ടില്ല. പാമ്പുകളെ കണ്ടെത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. പാമ്പുകളെ കണ്ടെത്താറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ സാധാരണ മഴക്കാലമല്ല എന്നുള്ള ലെവലിൽ വിടും. പക്ഷേ ഇത്രത്തോളം ഒരു വളരെ മാരകമായിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടി കേൾക്കണ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടതാണല്ലോ, എപ്പോഴാണ് ശുചീകരണം നടക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും ഇവിടുത്തെ ശുചീകരണം എത്രത്തോളം മുന്നിൽ പോകണമെന്ന്. ഇതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മുനിസിപ്പാലിറ്റി അതിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ സൂപ്രണ്ട്. ഞങ്ങൾ സൂപ്രണ്ടിനോടും നഗരസഭാ ചെയർപേഴ്സണോടും കൃത്യമായി ചോദിച്ചു, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 2 ആഴ്ചയ്ക്ക് മുന്നേ നടത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ആ പ്രദേശത്തെ കുറച്ച് ഡിവൈഎഫ്ഐൻ്റെ ആളുകൾ വന്നിട്ട് സ്ഥലം അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നഗരസഭയും ഈ സൂപ്രണ്ടും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്തുകളിയായിരിക്കും ഇത്. പക്ഷേ കിഷോറേട്ടൻ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ 29 വാർഡിലും ഈ പ്രദേശത്തെ സ്ഥാപനങ്ങളും എവിടെയും ശുചീകരണ പ്രവർത്തനം നടന്നതായിട്ട് യാതൊരു അറിവില്ല. ഈ ഒരു അപകടം എന്ന് പറയുന്നത് യാദൃശ്ചികമല്ല, വരുത്തി വെച്ചതാണെന്ന്. അത് അങ്ങനെയുള്ള മഴക്കാലം ആകുമ്പോൾ ശുചീകരണം ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് അനുഭവിക്കില്ല. അത് നമ്മളെ പോലെ ഉള്ളവർ മാത്രമല്ലല്ലോ, ഇവിടെ കിടപ്പ് രോഗികളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചേച്ചിക്ക് എന്തെങ്കിലും, ആ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മറുപടി അല്ലല്ലോ ഇപ്പോൾ നടത്തേണ്ടത്. ഇവിടെ ഈ ഒരു സംഭവം നടന്നത് കണ്ടത് അതിനൊരു മുഖവിലേക്ക് എടുക്കാതെ ഇപ്പം മന്ത്രി പറഞ്ഞ വാക്കെന്താണ്, പേടിക്കാനൊന്നുമില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാമ്പുകൾ ഇവിടെ സ്ഥിരം ക്ഷണിതാവായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യം. കൃത്യമായ അന്വേഷണം നടത്തി നടപടി വേണം. നമ്മൾ കൃത്യമായ അന്വേഷണ നടപടി വേണം പറഞ്ഞാൽ അവർ വിവരപ്പെട്ട പോലീസ് സി ഐ ഇടപെട്ടപ്പോൾ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് വിവരാവകാശ പ്രകാരം രേഖകൾ ചോദിക്കാൻ. ഒരു മനുഷ്യജീവൻ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് CI ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് വിവരാവകാശ പ്രകാരം ചോദിക്കാനാണ് പറയുന്നത്. 2 ആഴ്ച മുമ്പ് കൃത്യമായി ഇവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിയെന്ന് പറയുമ്പോഴും ഇത്രയും വലിയ കാട് പിടിച്ച് കിടക്കുമ്പോൾ ഒന്നുകിൽ ചെയർപേഴ്സൺ കളവ് പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാത്ത പണിക്ക് ഇവിടെ കൂലി വാങ്ങി എടുത്തുകൊണ്ട് ഇവിടെ അഴിമതി നടത്തിയിരിക്കുകയാണ്. അതിന് ആശുപത്രി സൂപ്രണ്ട് കൂട്ടുനിൽക്കുകയാണ്. അത് മനുഷ്യജീവനെ പന്താടിക്കൊണ്ടുള്ള ഒരു അഴിമതി ആവരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ യുവതിക്ക് പാമ്പ് കടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളുടെ തീരുമാനം. ഇവർ ഇപ്പോൾ ചിറ്റൂർ താലൂക്ക് ആശുപത്രി മുമ്പിൽ ഉപരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഏതായാലും ഈ ആർക്കാണോ വീഴ്ച പറ്റിയത് അവർക്കെതിരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് ഭാരവാഹികളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.